നമസ്കാരം. ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. T20 ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യയ്ക്ക് വീരോചിത വരവേൽപ്പ്. മുംബൈയിൽ അലകടൽ ആവേശമായി ആരാധകർ. വിക്ടറി പരേഡിൽ അണിനിരന്ന പതിനായിരങ്ങൾ. വാങ്കഡെ സ്റ്റേഡിയത്തിൽ BCCയുടെ സമ്മാനദാനം. ഡൽഹിയിൽ താരങ്ങൾക്ക് ഹൃദ്യമായ സ്വീകരണം നൽകി പ്രധാനമന്ത്രി. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ നിയമസഭയിൽ കൊമ്പുകോർത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. നെറിക്കേടിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിക്കുന്ന ഗുണ്ടാപ്പടയാണ് SFI എന്ന് VD സതീശൻ. SFI അധിക്ഷേപിക്കാൻ ബോധപൂർവമായ ശ്രമം എന്ന് മുഖ്യമന്ത്രി. ക്യാമ്പസ് സംഘർഷങ്ങളിൽ SFIയെ കടന്നാക്രമിച്ച് CPI. തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്ന് ബിനോയ് വിശ്വം. നിയമസഭയിൽ SFIയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്കെതിരെ AISF. ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന് വ്യക്തമാക്കണമെന്നാവശ്യം. SFI അക്രമത്തിന്റെ സന്തതികൾ എന്ന് K. സുധാകരൻ. മട്ടന്നൂർ PR NSS കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ KSU അതിക്രമം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ KD പ്രതാപൻ അറസ്റ്റിൽ. ED അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിരവധി തവണ ചോദ്യം ചെയ്തതിനു ശേഷം. ഹൈറിച്ച് ഉടമകളുടേത് സമാനതകളില്ലാത്ത തട്ടിപ്പെന്ന് ED. മാന്നാറിലെ യുവതിയുടെ കൊലപാതകത്തിൽ ദൃശ്യം മോഡൽ സംശയിച്ച് പോലീസ്. കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി അനിൽകുമാർ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹം മാറ്റിയോ എന്ന് പരിശോധിക്കും. അറസ്റ്റിലായ പ്രതികളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടി കേരള പോലീസ്. കൊലപാതക വിവരങ്ങൾ CBIക്ക് കൈമാറി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ SFIയുടെ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. SFI പത്തനംതിട്ട പോസ്റ്റ് ഓഫീസ് മാർച്ചിലും സംഘർഷം. കേരളത്തിൽ വീണ്ടും പനിമരണം. കൊല്ലം നിലമേലിൽ 23-കാരിയായ ഗർഭിണി ചികിത്സയിലിരിക്കെ മരിച്ചു. പനി പടരുമ്പോഴും രോഗികളുടെ പ്രതിദിന കണക്ക് പുറത്തുവിടാതെ ആരോഗ്യവകുപ്പ്. കണക്ക് ലഭിക്കാത്തത് നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാരുടെ സമരം മൂലമെന്ന് വിശദീകരണം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം. മരിച്ചത് ചികിത്സയിലിരുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ 12-കാരൻ. ഫറൂഖ് സ്വദേശി മൃദുലിന്റേത് 2 മാസത്തിനിടെയുള്ള 3ാമത്തെ മരണം. ഹാത്രസ് ദുരന്തത്തിൽ വിവാദ ആൾദൈവം ബോലെ ബാബയുടെ അനുയായികളടക്കം 6 പേർ അറസ്റ്റിൽ. ആശ്രമത്തിൽ പോലീസിന്റെ പരിശോധന. അന്വേഷണവുമായി സഹകരിക്കുമെന്ന അഭിഭാഷകൻ. രാഹുൽ ഗാന്ധി നാളെ ഹത്രാസിൽ. UP സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്ന അഖിലേഷ് യാദവ്. പത്താം ക്ലാസ് കഴിഞ്ഞ പലർക്കും എഴുതാനും വായിക്കാനും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന നിയമസഭയിലും തള്ളി വിദ്യാഭ്യാസ മന്ത്രി. പ്രസംഗത്തിന്റെ ഒഴുക്കിനു വേണ്ടി പറഞ്ഞതെന്ന് V. ശിവൻകുട്ടി. പർവ്വതീകരിക്കേണ്ട വിഷയമല്ലെന്നും വിഷമം കൊണ്ട് പറഞ്ഞതാണെന്നും സജി ചെറിയാന്റെ മറുപടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ലെന്ന് വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ് 24നോട്. പല നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ മത്സരിക്കില്ല. പാലക്കാട് ഇത്തവണ BJP വിജയിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരളത്തിൽ BJPയിലേക്കുള്ള വോട്ട് ചോർച്ച സംബന്ധിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി. തൃശൂരിൽ പരമ്പരാഗത പാർട്ടി വോട്ടുകളും BJPയിലേക്ക് പോയെന്ന സ്ഥിരീകരണം. BJP രാഷ്ട്രീയത്തെയും പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കുന്നതിൽ വീഴ്ചയെന്ന വിമർശനം. മലപ്പുറം തിരൂരങ്ങാടി സബ് RT ഓഫീസിന് കീഴിൽ ഉടമസ്ഥർ അറിയാതെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. വ്യാജ RC-യുള്ള 5 ഇരുചക്ര വാഹനങ്ങൾ കസ്റ്റഡിയിൽ. ജോയിന്റ് RT ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. മുതലപ്പുഴി വിഷയത്തിൽ ചർച്ചയ്ക്കെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ പ്രതിഷേധം. മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ BJP പ്രതിനിധികളെ മാത്രം പങ്കെടുപ്പിച്ചെന്ന് പരാതി. കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി തർക്കം. മുതലപ്പുഴയിലെ ചർച്ചകൾക്ക് ശേഷം വിദഗ്ധ സമിതിയുടെ അഭിപ്രായം തേടുമെന്നും മന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ശനിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുക രാവിലെ 11 മണിയോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ. വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 12ാമത് കോൺവെക്കേഷനിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇറാനിൽ ആളെയെത്തിച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി NIA. ദേശീയ അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുത്തത് മനുഷ്യക്കടത്ത് നടന്നു എന്ന നിഗമനത്തിൽ. അന്വേഷണം NIAക്ക് കൈമാറാൻ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന.
SFIക്കെതിരെ വിമർശനം ഉന്നയിച്ച അധ്യാപികയ്ക്ക് പെൻഷൻ നിഷേധിക്കുന്നു എന്ന് പരാതി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ M. രമയുടേതാണ് ആരോപണം. ഹൈക്കോടതി വിധിയുണ്ടായിട്ടും പെൻഷൻ നിഷേധിക്കുന്നത് രാഷ്ട്രീയ ഇടപെടൽ കാരണമെന്നും M. രമ. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും അപകടയാത്ര. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലാണ് യുവാവ് സാഹസിക യാത്ര നടത്തിയത്. വാഹനത്തിന്റെ ഡോറിൽ ഇരുന്ന യുവാവ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. 2 മാസത്തിനിടെ ഇത് 7ാം തവണയാണ് ഗ്യാപ്പ് റോഡിൽ സാഹസിക യാത്ര. മൂവാറ്റുപുഴ എറണാകുളം പാതയുടെ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി സത്യവാങ്മൂലം സമർപ്പിച്ചെന്ന് കോടതി അറിയിച്ചു. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം തേടി ഹർജിക്കാർ. ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കണ്ണൂർ ഇരിട്ടി പൂവങ്കടവിൽ പുഴയിൽ കാണാതായ വിദ്യാർത്ഥിനികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. എടയന്നൂർ സ്വദേശിനി ഷഹർബാന, ചക്കരക്കൽ സ്വദേശിനി സൂര്യ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. കോളേജ് വിദ്യാർത്ഥികളായ ഇരുവരെയും കാണാതായത് ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്ത് ഹൈക്കോടതി. മാത്യു കുഴനാടൻ MLA ആണ് ഹർജിക്കാരൻ. തന്നെ അപായപ്പെടുത്താൻ കൂടോത്രം നടത്തിയെന്ന ആരോപണവുമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ. കണ്ണൂർ നടാലിലെ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ തകിടുകളും രൂപങ്ങളും കണ്ടെത്തി. പുറത്തുവന്ന ദൃശ്യങ്ങൾ പഴയതെന്ന് KPCC അധ്യക്ഷൻ. കുഴിച്ചിട്ട വസ്തുക്കൾ പുറത്തെടുത്തത് K. സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിൽ. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥി പ്രതിനിധികളെയും ഒരു ഹെഡ്മാസ്റ്റർ പ്രതിനിധിയെയും ഗവർണർ നോമിനേറ്റ് ചെയ്തു. തോന്നക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സുജിത് S. ആണ് ഹെഡ്മാസ്റ്റർ പ്രതിനിധി. ഹൈക്കോടതി അയോഗ്യരാക്കിയവർക്ക് പകരമാണ് 4 വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തത്. കായിക കേരളത്തിന്റെ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ കോട്ടയത്ത് സർക്കാർ പ്രഖ്യാപിച്ച ആദ്യ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പായില്ല. ഹോസ്റ്റലും സ്റ്റേഡിയങ്ങളും അടക്കമുള്ള പദ്ധതിക്ക് ചിങ്ങവനത്ത് തറക്കല്ലിട്ടത് 2016. സർക്കാർ എല്ലാ പദ്ധതികളുടെയും കാറ്റൂരി വിടുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയം ആകാശപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിന് എതിരെ സമരവുമായി CPIM-ഉം. മറ്റന്നാൾ പ്രതിഷേധ മാർച്ച്. CPIM-ന്റെ നീക്കം ആകാശപാത പൊളിച്ചുമാറ്റണമെന്ന ഗതാഗത മന്ത്രിയുടെ നിലപാടിനെതിരെ UDF ഉപവാസ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. പാലക്കാട് കടമ്പഴിപ്പുറത്ത് കാറിലെത്തിയ സംഘം 2 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കടമ്പഴിപ്പം സ്വദേശികളും സുഹൃത്തുക്കളുമായ ടോണി, പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ തടഞ്ഞു നിർത്തി ആക്രമിച്ചെന്ന് മൊഴി. ISRO നാസ സംയുക്ത പദ്ധതിയായ നിസാർ വിക്ഷേപണത്തിന് ഒരുങ്ങുന്നു. റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റാണ് നിസാർ. നേരത്തെ കണ്ടെത്തിയ തകരാർ പരിഹരിച്ച് ഉപഗ്രഹ ഭാഗങ്ങൾ ഈ മാസം തന്നെ ഇന്ത്യയിൽ എത്തിക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ്. ലക്ഷദ്വീപിൽ പണ്ടാര ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. ഭൂമി അളക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധം മിനിക്കോയ്, കവരത്തി ദ്വീപുകളിൽ. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. വീണ്ടും അധികാരത്തിലേറിയത് ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം കിട്ടിയതോടെ. ഹേമന്ത് സോറന് വേണ്ടി നിലവിലെ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ കഴിഞ്ഞ ദിവസം പദവി ഒഴിഞ്ഞിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ അടുത്തയാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് മന്ത്രി VN വാസവൻ. മദർഷിപ്പ് വിഴിഞ്ഞത്ത് എത്തും. തുറമുഖത്തിന്റെ 92% നിർമ്മാണ ജോലികളും പൂർത്തിയായെന്ന് മന്ത്രി VN വാസവൻ. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി ജനറേറ്ററിലെ പുക ശ്വസിച്ച് സമീപത്തെ സ്കൂളിലെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. 15-ലധികം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബിംസ്റ്റെക്കിന്റെ ഡയറക്ടറായി പ്രശാന്ത് ചന്ദ്രനെ കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനകാര്യ കമ്മിറ്റി നിയമിച്ചു. ഇന്ത്യൻ എക്കണോമിക് സർവീസ് 2007 ബാച്ച് ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിൽ ഡയറക്ടറാണ്. എറണാകുളം റീജിയണൽ പാസ്പോർട്ട് ഓഫീസറായിരിക്കെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള ബഹുമതി നിരവധി തവണ നേടിയിരുന്നു. ബംഗാൾ ഉൾക്കടൽ തീരരാജ്യങ്ങളായ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, തായ്ലൻഡ്, ശ്രീലങ്ക എന്നീ 7 രാജ്യങ്ങളുടെ സാങ്കേതിക സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണ് ബിംസ്റ്റെക്. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക മടക്കി ചോദിച്ചപ്പോൾ വീട്ടിലെത്തി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ പണം തരാമെന്ന് ഭരണസമിതിയുടെ വിചിത്ര മറുപടി. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള തൃശൂർ മാള സർവീസ് സഹകരണ ബാങ്കിന് എതിരെയാണ് നിക്ഷേപകനായ അനിൽകുമാറിന്റെ പരാതി. ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി സഹകരണ വകുപ്പ് നേരത്തെ കണ്ടെത്തിയിരുന്നു. പാലക്കാട് CPI തച്ചമ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോർജ് തച്ചമ്പാറ BJPയിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. കൂടുതൽ പേർ CPI വിട്ട് BJPയിൽ എത്തുമെന്ന് ജോർജ് തച്ചമ്പാറ.
പഠിപ്പ് മുടക്ക് സമരത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. SFI പ്രവർത്തകർ ഗേറ്റ് അടച്ചതോടെ കോളേജ് മാനേജ്മെന്റ് പോലീസിനെ അറിയിക്കുകയായിരുന്നു. രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കി കൈക്കൂലി കേസിൽ പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് താൻ നിരപരാധിയാണെന്നും ഇക്കാര്യം CPM നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുമെന്നും സനീഷ് ജോർജ്. കോഴിക്കോട് RTOയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പെന്ന് പരാതി. കുന്നമംഗലം സ്വദേശി നിധിന് നഷ്ടമായത് 47,000 രൂപ. പണം നഷ്ടപ്പെട്ടത് നിയമലംഘനത്തിന് പിഴയടക്കണമെന്ന വാട്സ്ആപ്പ് സന്ദേശം തുറന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം തുടങ്ങി. പത്തനംതിട്ട കോന്നി തവളപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വീട് തകർത്തു. മുളയ്ക്കൽ ഇല്ലത്ത് ജ്യോതിഷ് കുമാറിന്റെ വീടാണ് തകർത്തത്. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ വളർത്തുപശുക്കൾ ചത്ത നിലയിൽ. പാണ്ടാങ്കോട് അശോകന്റെ 4 പശുക്കൾ ചത്തു. ഭക്ഷ്യവിഷബാധയെന്ന സംശയം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്ത മാനന്തവാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ലീഡേഴ്സ് മീറ്റിൽ കയ്യാങ്കളി. 4 മൈലിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. കയ്യാങ്കളിയിൽ കലാശിച്ചത് ഔദ്യോഗിക പദവികൾ വഹിക്കാത്ത പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ വേദിയിൽ ഇരുത്താനുള്ള ശ്രമം. ഭക്ഷ്യ ധനകാര്യ മന്ത്രിമാരുമായി റേഷൻ വ്യാപാരികൾ നടത്തിയ ചർച്ച പരാജയം. സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ. ഈ മാസം 8, 9 തീയതികളിൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗിയുടെ ബന്ധുക്കളുടെ മർദ്ദനം. ഡോക്ടേഴ്സിനും നഴ്സിംഗ് അസിസ്റ്റന്റിനും മർദ്ദനമേറ്റത് ഇന്നലെ രാത്രി. പ്രതികൾക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമം അനുസരിച്ച് കേസെടുക്കണമെന്ന് KGMOA. മലപ്പുറം അകമ്പാടത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അകമ്പാടം ഏതൻ ഓഡിറ്റോറിയത്തിന് സമീപം രാവിലെയാണ് സംഭവം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനടിയിൽപ്പെട്ട യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. RPF ഉദ്യോഗസ്ഥനും യാത്രക്കാരനും ചേർന്നാണ് രക്ഷിച്ചത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദേശീയ അന്വേഷണ ഏജൻസികളുടെ പേരിൽ സൈബർ തട്ടിപ്പ് പെരുകുന്നു. തട്ടിപ്പ് വ്യാജ അറസ്റ്റ് വാറന്റ് വാട്സാപ്പ് വഴി അയച്ച് ഭീഷണിപ്പെടുത്തി. എറണാകുളം റൂറലിൽ മാത്രം 3 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലെ കൈക്കൂലി കേസിൽ വിശദ അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടറുടെ അനുമതി. കൊല്ലം വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ T ബിജുവിന് അന്വേഷണ ചുമതല. തഹസിൽദാർ ആയിരുന്ന MK അജികുമാർ ഒപ്പിട്ട ഫയലുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയിരുന്നു. എറണാകുളം മുളന്തുരുത്തിയിൽ മദ്യപിച്ച് വാഹനമോടിച്ചയാളുടെ കാർ അപകടത്തിൽപ്പെട്ടു. മുളന്തുരുത്തി സ്വദേശി തമ്പി ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം തിരൂരിൽ നിറം ചേർത്ത ചായപ്പൊടി പിടികൂടി. തട്ടുകടകളിൽ വിതരണത്തിനെത്തിച്ച ചായപ്പൊടി കണ്ടെടുത്തത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പിടികൂടിയത് 150ഓളം കിലോ ചായപ്പൊടി. എറണാകുളം ഉപ്പുകണ്ടത്ത് വൈദ്യുതാഘാതമേറ്റ് കാട്ടാന ചെരിഞ്ഞു. ഷോക്കേറ്റത് പുരയിടത്തിലെ പന കുത്തിമറിക്കുന്നതിനിടെ. മഴയുള്ള സമയത്ത് പന മറിച്ചിട്ടത് സമീപത്തെ ടവർ ലൈനിലേക്ക്. സഭാതർക്കത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ നിലപാടിൽ എതിർപ്പുമായി ഓർത്തഡോക്സ് സഭ. നിയമനിർമ്മാണം അംഗീകരിക്കില്ലെന്നും കോടതി വിധി അംഗീകരിച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറെന്നും ഓർത്തഡോക്സ് വിഭാഗം. ന്യൂസിലേക്ക് തിരികെ ഇനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം ആലങ്കോട് മീരാൻകടവ് റോഡിൽ ഗതാഗത നിയന്ത്രണം. മാച്ചത്തുമുക്ക് ജംഗ്ഷനിലെ കലിംഗന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ മാസം 6 വൈകുന്നേരം 3 മുതൽ ഗതാഗതം അനുവദിക്കില്ല. പത്തനംതിട്ട മല്ലപ്പള്ളി പഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റിലോ പഞ്ചായത്ത്, താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ നേരിട്ടോ പരിശോധിക്കാവുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. മട്ടന്നൂർ കോളേജ് റോഡ് ജംഗ്ഷനിൽ പുതിയ കലിങ്ക് പണിയുന്നതിന്റെ ഭാഗമായി 2 ആഴ്ചത്തേക്ക് വാഹന ഗതാഗതം നിർത്തിവെക്കും. നിയന്ത്രണം ഈ മാസം 18 വരെ. ദേശീയ വാർത്തകൾ. ബീഹാറിൽ വീണ്ടും പാലം തകർന്നത് സരൺ ജില്ലയിൽ ഗണ്ഡകി നദിക്ക് കുറുകെയുള്ള ചെറിയ പാലം. സംസ്ഥാനത്ത് 2 ആഴ്ചക്കിടെ തകർന്നത് 10 പാലങ്ങൾ. തുടർച്ചയായി പാലം തകർന്നതിൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി കോൺഗ്രസ്. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ACC സെക്രട്ടറി ജയറാം രമേശ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യമുണ്ടാകുമെന്നും ജയറാം രമേശ്.
മാണ്ഡി MP കങ്കണ റണാവത്തിന്റെ മുഖത്തടിച്ച CISF കോൺസ്റ്റബിളിനെ ബംഗളൂരുവിലേക്ക് സ്ഥലം മാറ്റി. സസ്പെൻഷനിലുള്ള കോൺസ്റ്റബിൾ കുൽവിന്ദർ കൗറിനാണ് സ്ഥലം മാറ്റം. മാറ്റിയത് ബംഗളൂരുവിലെ CISFന്റെ 10ാം ബറ്റാലിയനിലേക്ക്. നക്സൽ ഭീഷണിയുള്ള ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ ഗ്രാമവാസികൾക്കായി റോപ്പ് വേ സ്ഥാപിച്ച് സുരക്ഷാ സേന. ഗ്രാമവാസികൾക്ക് ചിന്തവാഗ് നദി മുറിച്ചു കടക്കാൻ റോപ്പ് വേ വഴി സാധിക്കുമെന്ന് IG സുന്ദർ രാജ്. അമർനാഥ് യാത്രയുടെ പശ്ചാത്തലത്തിൽ പത്താൻകോട്ടിൽ സുരക്ഷ ശക്തമാക്കി പഞ്ചാബ് പോലീസ്. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്ന് പോലീസ്, കരസേന ഉദ്യോഗസ്ഥർ. സർക്കാർ സ്കൂൾ അധ്യാപകരുടെ കൂട്ടസ്ഥലമാറ്റ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മന്ത്രി അതിഷി. ആവശ്യമുന്നയിച്ച് ഡൽഹി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. സ്ഥലമാറ്റ ഉത്തരവിൽ ക്രമക്കേടുണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും അതിഷി. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇതാദ്യമായി ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് 2 മലയാളികൾ. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് വിദ്യാർത്ഥിനി ദിയ നീലിം, തൃശൂർ വിമല കോളേജ് വിദ്യാർത്ഥിനി എറിൻ റോസ് എന്നിവരാണ് യോഗ്യത നേടിയത്. അസമിൽ പ്രളയത്തിൽ 8 മരണം കൂടി. 26 ജില്ലകളെ പ്രളയം ബാധിച്ചു. മണിപ്പൂരിൽ 6 നദികൾ കരകവിഞ്ഞൊഴുകി. പ്രദേശത്ത് നിന്ന് 2000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മഹാരാഷ്ട്രയിൽ 8 പേർക്ക് സിക വൈറസ് സ്ഥിരീകരിച്ചു. 6 കേസുകൾ പുനെയിൽ നിന്ന് മാത്രം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡൽഹിയിലെ വെള്ളക്കെട്ടിൽ റിപ്പോർട്ട് തേടി മന്ത്രി അതിഷി. വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളും പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളും റിപ്പോർട്ട് നൽകാൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. പരാതികൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും അതിഷി. ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിൽ, ലംബാഗഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ദേവദർശിനിയിലും പാണ്ഡുകേശ്വരത്തും പോലീസ് വാഹനങ്ങൾ തടഞ്ഞു. ഇനി രാജ്യാന്തര വാർത്തകൾ. വീണ്ടും ഗസയിൽ കനത്ത പോരാട്ടം. ഗസ സിറ്റിയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ബോംബാക്രമണം. 10,000-കണക്കിന് ആളുകൾക്ക് പലായനം ചെയ്യാൻ നിർദ്ദേശം. വടക്കൻ കാലിഫോർണിയയിൽ തീപിടുത്തം. 26,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാനം കടുത്ത ചൂടിൽ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വെടിവെപ്പ് കേസിൽ പ്രതികളായ 3 സ്വീഡിഷ് പൗരന്മാർക്ക് വധശിക്ഷ വിധിച്ച് ഇറാൻ. 4ാം പ്രതിക്ക് ജീവപര്യന്തം അപലപിച്ച് സ്വീഡിഷ് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറില്ലെന്ന് വൈറ്റ് ഹൌസ്. ഡെമോക്രാറ്റിക് ഗവർണർമാരുമായി ജോ ബൈഡന്റെ കൂടിക്കാഴ്ച. ബൈഡന് പകരം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ തള്ളി കമല ഹാരിസ് ക്യാമ്പ്. ഇസ്രായേൽ സേനയും ഹിസ്ബുള്ളയും അതിർത്തി കടന്ന വെടിവെപ്പ്. ഇസ്രായേലിന് നേരെ 100-ലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ള. ആക്രമണം മുതിർന്ന കമാൻഡറെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം. ജമൈക്കയുടെ തെക്കൻ തീരത്ത് ശക്തമായ ബെറിൽ ചുഴലിക്കാറ്റിൽ 7 മരണം. അപകടകരമായ കാറ്റിലും കടൽക്ഷോഭത്തിലും ദ്വീപ് തകർന്നു. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്നതോടെ താപതരംഗത്തെക്കുറിച്ച് മുന്നറിയിപ്പുമായി ചൈന. ലോകത്തിലെ ഏറ്റവും കാലാവസ്ഥാ ദുർബലമായ രാജ്യങ്ങളിൽ ഒന്നെന്ന വിശേഷണത്തിന് പിന്നാലെ. ന്യൂസിലേക്ക് തിരികെ ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഒരു ദിവസം കൊണ്ട് പവന് 520 രൂപയും ഗ്രാമിന് 65 രൂപയും വർദ്ധിച്ച് 53,600 രൂപയിലെത്തി. ചരിത്രത്തിലാദ്യമായി 80,000 കടന്ന് സെൻസെക്സ്. നിഫ്റ്റി 24,300-ന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു. പിന്തുണച്ച് IT ഓഹരികൾ. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നു. ക്രൂഡ് ഓയിൽ വില $90. പെട്രോൾ, ഡീസൽ വിലയിൽ വർധനയുണ്ടാകാൻ സാധ്യത. ഇനി കായിക വാർത്തകൾ. ബംഗ്ലാദേശ് ഓൾറൗണ്ടർ മഹമ്മദുള്ള റിയാദ് വിരമിച്ചു. 2020 ലോകകപ്പിൽ സൂപ്പർ 8-ൽ നിന്ന് ബംഗ്ലാദേശ് പുറത്തായതിനു പിന്നാലെയാണ് വെറ്ററൻ താരം രാജ്യാന്തര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഗോൾ കീപ്പർ ദേബ്ജിത്ത് മജുംദാറിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി. 2 വർഷത്തെ കരാറിലാണ് താരം ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്നത്. കലാ, സാംസ്കാരിക, സിനിമാ വാർത്തകൾ. ടൊവിനോ തോമസിന്റെ നിർമ്മാണത്തിൽ നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം മരണമാസിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ബേസിൽ ജോസഫ് ചിത്രത്തിൽ നായകനായി എത്തുന്നു. രാജേഷ് മാധവൻ, സിജു സണ്ണി, സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി എന്നിവരും പ്രധാന വേഷങ്ങളിൽ.
ശ്രീജിത്ത് വിജയൻ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഇടിയൻ ചന്തു ഈ മാസം 19-ന് തിയേറ്ററുകളിൽ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ സലീംകുമാറിന്റെ മകൻ ചന്തു സലീംകുമാർ, ലാലു അലക്സ്, ജോണി ആന്റണി, ലെന, രമേശ് പിഷാരടി എന്നിവരും മുഖ്യവേഷങ്ങളിൽ. മൈനർ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി ശാലിനി. താരം തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ചെന്നൈയിലെ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. വിജയരാഘവനെ ടൈറ്റിൽ കഥാപാത്രമാക്കി നവാഗതനായ ശരത് ചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഔസോപ്പിന്റെ ഒസ്യത് എന്ന സിനിമയുടെ ചിത്രീകരണം പീരുമേട്ടിൽ ആരംഭിച്ചു. മെഗൂർ ഫിലിംസിന്റെ ബാനറിൽ എഡ്വേർഡ് ആന്റണിയാണ് നിർമ്മാണം. ജോജി മുണ്ടക്കയം, കനി കുസൃതി, ജെയിംസ് ഏലിയ, അഞ്ജലി കൃഷ്ണ എന്നിവരും പ്രധാന വേഷങ്ങളിൽ. ഇനി ഫാക്ട് ചെക്ക്. കേരളത്തിലെ തകർന്ന റോഡുകളുടെ ചിത്രമെന്ന രീതിയിൽ 2 ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ വൈറൽ ചിത്രത്തിലുള്ളത് കേരളത്തിലെ റോഡുകളല്ല. ആദ്യ ചിത്രം അയോധ്യയിൽ നിന്നുള്ളതും രണ്ടാമത്തേത് തുർക്കിയിൽ നിന്നുള്ളതുമാണ്. നാളത്തെ വാർത്തകൾ. കൊച്ചി ചെല്ലാനത്ത് നാളെ ഹർത്താൽ. സംസ്ഥാന തീരദേശപാത രാവിലെ 6 മണി മുതൽ സമരസമിതി ഉപരോധിക്കും. കണ്ണമാലി ഭാഗത്ത് കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രതിഷേധം. ടെട്രോപോഡ് കടൽഭിത്തി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. അക്ഷയ കേന്ദ്രങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നാളെ ഉണ്ടായിരിക്കില്ലെന്ന് IT മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ അറിയിച്ചു. സംസ്ഥാന തലത്തിൽ ജീവനരേഖ പോർട്ടലിൽ സംഭവിച്ചിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്. സംസ്ഥാനത്തെ സർക്കാർ ITകളിൽ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ തീയതി നാളെ അവസാനിക്കും. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികകളിലേക്ക് നാളെ നടത്താനിരുന്ന ശാരീരിക അളവെടുപ്പ് കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചു. കൊച്ചി അമ്പലമുകളിലെ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡിൽ നാളെ മോക്ക് ഡ്രിൽ. പകൽ 2:30-നും വൈകിട്ട് 4-നും ഇടയിലാണ് മോക്ക് ഡ്രിൽ. കമ്പനിയിൽ നിന്ന് അസാധാരണമായ ശബ്ദമോ അലാമോ കേട്ട് പരിഭ്രാന്തരാകരുതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. 9 വയസ്സുള്ള വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അധ്യാപകൻ 21 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. അനംപ്ര സംസ്ഥാനത്തെ ഔക്ക നോർത്ത് ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലാണ് സംഭവം. ചൈനയിൽ കാറ്റാടി യന്ത്രത്തിന്റെ ബ്ലേഡുകളിൽ ഒന്ന് മിനി ബസിന് മുകളിൽ വീണ അപകടം, ഒരാൾക്ക് പരുക്ക്. റിയാദിൽ യുവാക്കൾക്ക് നേരെ വളർത്തുസിംഹത്തിന്റെ ആക്രമണം. യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.